18-ാം സങ്കീർത്തനം 32-33 വാക്യങ്ങൾ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ ദൈവം മനസ്സലിവ് കാണിക്കുന്നു. യേശു നമ്മുടെ ബലഹീനതയിൽ നമുക്കായി പിതാവിനോട് പക്ഷവാദം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. ദൈവം അവിടുത്തെ കൃപ നമ്മിൽ ചൊരിഞ്ഞ് ബലഹീനതയിലും ശക്തിയാൽ നിറച്ച് ദൈവഹിതം ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. അങ്ങനെ നാം തളർന്നു പോകാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്നു. നമ്മെ ബലഹീനതകൾ അതിജീവിച്ച് ജയം വരിക്കാൻ ശക്തരാക്കുമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുള്ള നിരവധി വാക്യങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തത്. ചെയ്യുന്ന ഏത് കാര്യത്തിലും പൂർണ്ണത വേണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, അനേകം അപൂർണതകൾ, കുറവുകൾ അതിലെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകും. ലക്ഷ്യങ്ങളിലെത്താൻ നമുക്ക് കഴിയുന്നത് നാം പൂർണ്ണരായതിനാലോ നമ്മുടെ പ്രവൃത്തികൾ തികഞ്ഞവയായതിനാലോ അല്ല. ഒരു ദൈവ പൈതലിന് എപ്പോഴും പറയാനുള്ളത് ദൈവം സഹായിച്ചതിനാൽ മാത്രമാണ് എന്നാണ്. നാം എത്ര കൃത്യമായി കണക്കുകൂട്ടലുകൾ നടത്തിയാലും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നാലും ഒടുവിലത്തെ ഫലം ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തു മാത്രമായിരിക്കും. എന്നാൽ നമ്മുടെ കുറവുകൾ പരിഹരിച്ച് കാര്യങ്ങൾ നടത്തിത്തരാൻ ദൈവത്തിന് കഴിയും. ജീവൻ നൽകിയ ദൈവം, പ്രവർത്തിക്കാൻ ശക്തി നൽകിയ ദൈവം വീണ്ടും കുറവുകൾ നികത്താനും ശക്തി നൽകും. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ ദൈവം തന്നെ നൽകിയത് നമ്മുടെ ഗിരികൾ അഥവാ ഉയർന്ന സ്ഥാനം എന്ന് ഈ വാക്യത്തിൽ പറയുന്നു. ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് പോലെ പ്രധാനവും പ്രയാസവുമാണ് അവിടെ നിലനിൽക്കുക എന്നത്. പേടമാനുകൾ എങ്ങനെയാണോ ഉയർന്ന മലകളിൽ അനായാസം നടക്കുന്നത്, അങ്ങനെ നമ്മെയും ദൈവം ഉറപ്പിച്ച് നിലനിർത്തുമെന്ന് ഈ വാക്യങ്ങൾ നമുക്ക് വാഗ്ദത്തം നൽകുന്നു. കാലിടറാതെ വഴുതി വീഴാതെ നിലനിർത്താൻ ദൈവം നമ്മെ ശക്തി കൊണ്ട് അരമുറുക്കി കാലുകളെ ബലപ്പെടുത്തും. ഇതുവരെയുള്ള അധ്വാനമൊന്നും പാഴായി പോവുകയില്ല. നമ്മുടെ ജീവിതയാത്ര മുകളിലേക്ക് തന്നെയാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.